ഹായ് ബോൾട്ട് ഓഡിയോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു TWS ആണ് C1. അപ്പോൾ നിങ്ങൾ ചോദിക്കും C1 എങ്ങനെ ലേറ്റസ്റ്റ് ആവുന്നത്? കാരണം കുറേ നാൾക്ക് മുന്നേ ഈ ഒരു സ്റ്റം ടൈപ്പ് C1 ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ ഞാൻ പറയാം ആ ഒരു പ്രോഡക്റ്റ് അല്ല ഇപ്പോൾ ഉള്ളത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന പുതിയൊരു C1 ആണ്. മറ്റേ പഴയ C1 എന്ന് പറയുന്ന ഒരു കോൾ ബാക്ക് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുതിയൊരു ഭാവത്തിൽ പുതിയൊരു രൂപത്തിൽ എത്തിയിരിക്കുകയാണ് C1 വീണ്ടും. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1500 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകൾ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് വിക്കി കൗശലിൻ്റെ ഒരു ഫോട്ടോയും കൂടാതെ Z1 എന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ചെയ്തിട്ടുണ്ട്. വിക്കി കൗശൽ ഇതേ നമ്മുടെ ഇയർബഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ചെവിയിൽ. പുറകിൽ നോക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സൈഡിലും കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ബോൾട്ട് ഓഡിയോയുടെ എല്ലാത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഏറ്റവും പുറകിൽ ബ്ലൂടൂത്ത് വേർഷൻ 5.0 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആമസോണിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്ലൂടൂത്ത് വേർഷൻ 5.1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെക്കൊന്നും ഉള്ളത് അതേപോലെ അല്ല കൊടുത്തിരിക്കുന്നത്. നോർമലി എല്ലാ പ്രോഡക്റ്റുകൾക്കും എന്തൊക്കെയാണോ അവർ കൊടുത്തിരിക്കുന്നത് അതൊക്കെ അതേപോലെ അങ്ങ് കോപ്പി അടിച്ച് വെക്കുന്നതേ ഉള്ളൂ. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നോക്കുവാണെങ്കിൽ ഡിസംബർ 2021, കൂടാതെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 5499 രൂപയാണ്. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇപ്പോൾ ആമസോണിൽ ലിമിറ്റഡ് ആ ഒരു ഓഫർ പീരീഡ് എന്നുള്ള രീതിക്ക് നമുക്ക് 1499 കിട്ടും. ഇതല്ല എന്നുണ്ടെങ്കിൽ 1999 റെഗുലർ പ്രൈസ് ആമസോണിൽ കാണിക്കുന്നത്. ഞാൻ ഉറപ്പ് പറയാം 1999 ഈ ഒരു പ്രോഡക്റ്റ് പോകത്തില്ല. പോയാൽ തന്നെ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും 1500 താഴെ വരാനേ ചാൻസ് ഉള്ളൂ. ബോൾട്ട് ഓഡിയോയുടെ ഏതൊരു പ്രോഡക്റ്റിൻ്റെയും എന്താ പറയുക ആ ഒരു അനാലിറ്റിക്സ് നോക്കുവാണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇതിന് ഡ്യൂറബിലിറ്റി ഇല്ല. പിന്നെ ഇത് ഞാൻ എന്തുകൊണ്ടാണ് വാങ്ങിച്ച് അൺബോക്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാഫ് ഇൻ ഇയർ ആണ്. കുറേ കൂട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹാഫ് ഇൻ ഇയർ ഏതാണ് നല്ലത്, ബെറ്റർ ഏതാണെന്നുള്ളതാണ്. എന്തായാലും ഇത് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഡ്യൂറബിലിറ്റി മനസ്സിലാക്കാം. ഫസ്റ്റ് ഇംപ്രഷൻ എന്തായാലും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ അങ്ങോട്ട് പറയുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുവാണെങ്കിൽ അതിന് മുന്നേ നമുക്ക് ഗ്രീനും അതുപോലെ തന്നെ ഗ്രേയും കളേഴ്സിലാണ്, 2 കളേഴ്സാണ് അവൈലബിൾ ആകുന്നത്. എന്നാൽ ഇപ്പോൾ ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രേ കളർ മാത്രമേ ഉള്ളൂ. ഗ്രീൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവൈലബിൾ ആകാൻ ചാൻസസ് ഉണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ബോക്സ് ആയിട്ട് അതിനകത്ത് യൂസർ ഗൈഡും അതുപോലെ തന്നെ വാറണ്ടി കാർഡും ഒക്കെയാണ്. ഈ ഒരു ഇയർബഡ് നമുക്കിവിടെ ഇരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ ഒരു ആക്സസറീസ് പാക്കും ഉണ്ട്. ഈ ഒരു ആക്സസറീസ് പാക്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു ടൈപ്പ് C കേബിൾ മാത്രമാണ് ഉള്ളത്. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ടിപ്സുകൾ കാണില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാഫ് ഇൻ ഇയർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോൾട്ട് ഓഡിയോ C1. ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഞാൻ അൺബോക്സ് ചെയ്തതിൽ ഇത്രയും ചെറിയൊരു കേസ് ഉള്ള ഒരു ഇയർബഡ് ഞാൻ ഇതുവരെ അങ്ങോട്ട് അൺബോക്സ് ചെയ്തിട്ടില്ല. എന്നാലും കേസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇംപ്രസ്ഡ് ആയിട്ടുണ്ട്. ഫിസിക്കലി നമ്മൾ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് കേസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്ലാക്കിൻ്റെ ഭാഗത്ത് ഒരു മാറ്റ് ഫിനിഷ്ഡും ബാക്കിയുള്ള ഗ്രേയുടെ ഭാഗത്ത് ഒരു ഗ്ലോസി ഫിനിഷ്ഡാണ് കേസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഏറ്റവും അടിയിലൊരു ടൈപ്പ് C പോർട്ടും ഉണ്ട്. ബോൾട്ട് ഓഡിയോ ലോഗോ ഏറ്റവും ഫ്രണ്ടിലുണ്ട്. അതുപോലെ തന്നെ ഒരു LED ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു LED ഇൻഡിക്കേറ്ററിൽ ഗ്രീൻ കളറാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർബഡുകൾ ചാർജ് ആകുവാണ്. ഇനി അതല്ല റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസ് ചാർജ് ആവുകയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാത്ത പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. പക്ഷേ ഇതിൽ എത്ര mAh ആണ് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടില്ല. 24 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത്. കൂടാതെ ടൈപ്പ് C പോർട്ട് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി നമുക്ക് ഇവിടെയുണ്ട്. ജസ്റ്റ് ഒരു 15 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 100 മിനിറ്റ് പ്ലേ ടൈമും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. യൂസർ ഗൈഡിലെ കൊടുത്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യേണ്ടത് 5V1, അതായത് 5 വാട്ട്സിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ടൈപ്പ് C ആയതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം 10 വാട്ട്സ് ഒക്കെ ചാർജ് ചെയ്താലും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ബോക്സിലാണെങ്കിലും ഇനി അതല്ല യൂസർ ഗൈഡിലാണെങ്കിലും ഇതിലൊക്കെ അവരൊരു ബോധം ഇല്ലാണ്ടാണ് ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു യൂസർ ഗൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടെ കിട്ടുന്ന ആക്സസറീസിൽ 3 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സും ഉണ്ട്. ഒരു ഹാഫ് ഇൻ ഇയർ ഇയർബഡ്സിൽ നമ്മൾ എവിടെയാണ് ഇയർ ടിപ്സുകൾ വെക്കുന്നത്? എന്തോ ഒരു ബോധമില്ലാത്ത രീതിക്കാണ് ഇവിടെ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇയർബഡുകൾ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിൽ ഇൻസ്റ്റാ വേക്ക് ആൻഡ് പേ ടെക്നോളജി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹൈപ്പർ സിങ്ക് ടെക്നോളജി ഇവിടെയുണ്ട്. നമ്മൾ ഓൾറെഡി പേര് ചെയ്തിരിക്കുന്ന ഡിവൈസിലേക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്രോഡക്റ്റ് കണക്ട് ആവും. ജസ്റ്റ് ഒരു കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കേസിൽ അങ്ങനെ വലിയ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. 1499 രൂപയ്ക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഇയർബഡുകൾ എടുക്കുവാണെങ്കിൽ ഇവിടെയാണ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഞാനിത് ലോഞ്ച് ആയപ്പോൾ തന്നെ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു
ഡിസൈൻ തന്നെയാണ്. ഇതുവരെയ്ക്ക് ഞാൻ ഇങ്ങനൊരു ഡിസൈൻ കണ്ടില്ല. പ്രത്യേകിച്ച് ബോൾട്ടിൻ്റെ ഡിസൈനുകളൊക്കെ അത്യാവശ്യം നല്ല ലുക്കിലാണ് ഇറക്കുന്നത്, അട്രാക്റ്റഡ് ആണ് ഈവൻ ബോട്ടിനേക്കാളും. പക്ഷേ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു സംശയം. ബോൾട്ടിൻ്റെ എക്സ്പോർട്സ് ഉണ്ടായിരുന്നല്ലോ, അടിപൊളി നല്ലൊരു ഡിസൈൻ ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ Z1 നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബോൾട്ടിൻ്റെ ലോഗോ ഏറ്റവും പറയിലുണ്ട്. അവിടെ ഒരു LED ഇൻഡിക്കേറ്ററും അതും ഇതൊക്കെ കാണാം. ഒരു ഹാഫ് ഇൻ ഇയർ മോഡലാണ്. 10mm ഡൈനാമിക് ഡ്രൈവേഴ്സാണ് ഈ ഒരു പ്രോഡക്റ്റിന് കൂടുതൽ ലഭ്യമാകുമെന്ന് ആമസോണിൽ ഒരാൾ ചോദിച്ചതിൽ ബോൾട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു ലോ ലേറ്റൻസി ഉണ്ടെന്നും. പക്ഷേ എത്ര MS ആണ് ഇതിൻ്റെ ലോ ലേറ്റൻസി എന്നോ അല്ലെങ്കിൽ 10mm എന്ന് ഇവിടെയൊന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ബോൾട്ട് തന്നെ അതിനകത്ത് ആൻസർ ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും 10mm ഡ്രൈവേഴ്സ് ആണെന്നുള്ളത്. ഇവിടെയും നമുക്കൊരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. മാറ്റ് ആൻഡ് ഗ്ലോസി ഫിനിഷ്ഡ് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞത് 5.1 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറഞ്ഞത് 10 മീറ്ററുമാണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളത് അത്യാവശ്യം റെസ്ലിംഗിലും അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും പെട്ടെന്ന് അങ്ങോട്ട് കംപ്ലൈന്റ് ആയി പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. ഇനി ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ടാപ്പ് കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് നമ്മൾ റൈറ്റിൽ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഡബിൾ ടാപ്പ് നമ്മൾ ലെഫ്റ്റിൽ ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സിറി ഒക്കെ വർക്കൗട്ട് ആകും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി കംഫേർട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഹാഫ് ഇൻ ഇയർ ആണ്. എന്താ പറയുക, ഇയർ ടിപ്പുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചെവിയിലേക്ക് അങ്ങോട്ട് ടൈറ്റ് ചെയ്തിരിക്കാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ എനിക്ക് പറയാനുള്ളത് എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഇയർബഡ് എന്തോ ഒരു ചെറിയൊരു ലൂസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ലെഫ്റ്റ് നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെവിന്ന് കണ്ടോ, ഞാൻ എത്ര ഇട്ട് കുലിക്കിയാലും അല്ലെങ്കിൽ അങ്ങനെ എന്ത് ചെയ്താലും ഇളവിയൊന്നും പോകത്തില്ല. പക്ഷേ എനിക്ക് ചെറിയ എവിടെയൊക്കെ ഒരു ഡിസ്കംഫർട്ട്, കാരണം എൻ്റെ ചെവിന്ന് ഇളകി പോവോ എന്നുള്ള ചെറിയൊരു സംശയവുമുണ്ട്. പിന്നെ ഹാഫ് ഇൻ ഇയർ ആയതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയണത് ടൈറ്റായിട്ട് നമ്മൾ കൂടുതൽ ഇൻ ഇയർ ഇയർബഡുകൾ വെക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് ഇതിൽ കിട്ടത്തില്ല. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനങ്ങൾ എന്ന് പറയുന്നത് മൈക്ക് ക്വാളിറ്റി, അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റി. ഇതിനകത്ത് അവർ എഴുതി വെച്ചിരിക്കുന്നത് പ്രോ പ്ലസ് കോളിംഗ് ആൻഡ് HD മൈക്ക് എന്നാണ്. അപ്പോൾ ആ ഒരു സംഭവം, അതായത് ഡ്യുവൽ മൈക്കുകൾ നമുക്ക് ഈ ഒരു ഇയർബഡിൻ്റെ കൂടെ ഉണ്ട്. എന്തായാലും ഞാൻ ഇതുവരെ മൈക്ക് ക്വാളിറ്റി കേട്ടിട്ടില്ല, നിങ്ങളിപ്പോൾ കേൾക്കും. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോൾട്ട് ഓഡിയോ C1 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. പ്രോ പ്ലസ് കോളിംഗ് ആൻഡ് HD മൈക്ക് എന്ന് അവർ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? എന്തായാലും അത് ബാഡ് ആണെങ്കിലും അല്ലെങ്കിൽ നല്ല കാര്യമാണെങ്കിലും നിങ്ങളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം, മൈക്ക് ക്വാളിറ്റിയുടെ കാര്യം. അപ്പോൾ എന്തായാലും ഇത് ഞാൻ കേൾക്കാൻ പോകുന്നത് നമ്മുടെ എഡിറ്റിംഗ് ടേബിളിൽ എത്തുമ്പോഴാണ്. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ ഉള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ളൊരു ക്വാളിറ്റി തന്നെയാണ്. വോക്കൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വോക്കൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുവാണെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. അതിൽ വേറൊരു പ്രശ്നമില്ല. പിന്നെ ഹാഫ് ഇൻ ഇയർ ആയതുകൊണ്ട് തന്നെ ബേസ് നമ്മൾ ഭയങ്കര രീതിയിൽ പ്രതീക്ഷിക്കേണ്ട, പക്ഷേ ബേസ് ഉണ്ട്. നിങ്ങളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മാത്രം ഇതിലേക്ക് പോകാം. ബേസ് നിങ്ങൾ ഡോമിനേറ്റഡ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഹാഫ് ഇൻ ഇയർ നിങ്ങൾ നോക്കേ വേണ്ട. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ഒരു ഹാഫ് ഇൻ ഇയർ എന്ന് വെച്ചാൽ നമ്മൾ പാട്ട് കേൾക്കുന്നെങ്കിൽ പോലും നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് നമുക്ക് ചെറിയൊരു അവയർനെസ് അല്ലെങ്കിൽ നമ്മൾ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിച്ചാലും നമുക്ക് അറിയാൻ പറ്റും. കുറേ കൂട്ടർ അത് തന്നെയാണ് പറയുന്നത്. കാരണം എനിക്ക് അങ്ങോട്ട് പാട്ട് കേൾക്കുമ്പോഴത്തേക്കും പുറത്തൊക്കെ പോയിട്ട് ഞാൻ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് അതിൽ മാത്രം ഇൻവോൾവ് ആവണ്ട, പുറത്തുള്ള കാര്യങ്ങളും അറിയണമെന്നുള്ളത്. ആ ഒരു റീസണിലുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ബോൾട്ട് ഓഡിയോ C1 വാങ്ങിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, സാറ്റിസ്ഫൈഡ് ആകും. പക്ഷേ വീണ്ടും ഞാൻ പറയുന്നത് ബേസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കണം, അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ ഡിസപ്പോയിന്റഡ് ആകും. പിന്നെ ഒരു 60-70% നമ്മൾ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് കുറച്ച് നല്ല രീതിക്ക്, അതായത് ഇൻസ്ട്രുമെന്റൽ സെപ്പറേഷനും ഒക്കെ നല്ല രീതിക്ക് കേട്ടിട്ട് നമുക്ക് ഒരു ഫീലോട് കൂടിയിട്ട് പാട്ട് കേൾക്കാൻ പറ്റുന്നത്. 100% പാട്ട് കേട്ടാലും വേറെ ഒരു കുഴപ്പമില്ല. കാരണം ഇതിനകത്ത് SBC AAC കോഡക്സ് ഉണ്ട്. പിന്നെ 100% നമ്മൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ 6 മണിക്കൂർ മാത്രമാണ് നമുക്ക് ഈ ഒരു സിംഗിൾ ചാർജിൽ കിട്ടുന്നത്. അപ്പോൾ 6 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ 3 മണിക്കൂറോ അല്ലെങ്കിൽ 2.5 മണിക്കൂറിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും കമ്പനി പറയുന്നത് ഒരു 50% നമ്മൾ പാട്ട് കേട്ടാൽ അല്ലെങ്കിൽ 60% വരെ നമ്മൾ പാട്ട് കേട്ടാലാണ് 6 മണിക്കൂർ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. ഒരു 60-70% കേൾക്കുക. അപ്പോൾ ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 4.5 മണിക്കൂറൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മ്യൂസിക്കിൽ പറയാൻ പറ്റുന്നത്. ഇനി ഗെയിം കളിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ലേറ്റൻസി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PUBG ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ലോ ലേറ്റൻസി ഇവർ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ പോലും നമുക്ക് ഓക്കെ എവിടെയൊക്കെയോ ഉണ്ട്, പക്ഷേ ഭയങ്കര ഒരു പ്രോ പ്ലേയേഴ്സ് ഒന്നും ഇത് വെച്ചിട്ട് കളിക്കാൻ പറ്റത്തില്ല.
പറ്റില്ല. കാരണം നമ്മൾ ഒരു ഷൂട്ട് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ഫയർ ചെയ്യുവാണെങ്കിൽ ചെറിയൊരു ഡിലേ കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ PUBG കളിക്കുമ്പോഴത്തേക്ക് നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ ചാലഞ്ചസ് എന്താ പറയുക നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇനി വീഡിയോസ് കാണുവാണെങ്കിൽ നമ്മുടെ ഇന്റേണൽ എന്താ പറയുക ഡീഫോൾട്ട് പ്ലെയറിലാണെങ്കിലും പിന്നെ അതല്ല യൂട്യൂബിലൊക്കെ ആണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ലിപ്സിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമുക്ക് വേറെ ഒരു ഡ്രോബാക്ക് ആയിട്ട് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ ഉള്ള ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ആ ഒരു ചെവിയിൽ എൻ്റെ ചെവിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. എന്തായാലും എനിക്ക് പോവില്ലയോ എന്നുള്ള ചെറിയൊരു സംശയം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ കുലുക്കിയൊക്കെ നോക്കിയിട്ടും വേറെ കുഴപ്പമൊന്നുമില്ല, ഇരിപ്പുണ്ടായിരുന്നു. എന്നാലും എനിക്കത് ചെറുതായിട്ടൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. പിന്നെ അങ്ങനെ വേറൊരു ഡ്രോബാക്ക് ആയിട്ട് ഇതിലിങ്ങനെ എടുത്ത് പറയാനായിട്ട് വേറൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ മൈക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അതും ആ ഒരു എന്താ പറയുക പോസിറ്റീവ് ആണെങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ട് പറയാം. നല്ല ഡ്രോബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി വെച്ചിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം. 1499 രൂപയ്ക്ക് നമുക്കത് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എവിടേക്കോ ചെറിയൊരു സംശയമുണ്ട്. കാരണം 1499 ഇല്ല, ഒരു 1299 അല്ലെങ്കിൽ 1399 ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൽ വേറെ ഒരു കുഴപ്പവുമില്ല. ബഡും സ്റ്റമ്മും കൂടെ വെച്ചിട്ട് എന്താ പറയുക ഒന്ന് കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്കിത്. നിങ്ങൾക്ക് അതായത് ബഡ് ടൈപ്പ് ഇഷ്ടമല്ല, അതല്ല നിങ്ങൾക്ക് സ്റ്റമ്മും വേണ്ട, എന്നാൽ അതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു ഡിസൈൻ. അത്യാവശ്യം ഇത് തന്നെയാണ് പറയാനുള്ളത്. ഡിസൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സൈസ് എന്നൊക്കെ പറയുന്നത് എടുത്ത് പറയേണ്ട അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റിനത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബോൾട്ട് ഓഡിയോ Z1 കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.